അസ്സലാമു വറഹ്മത്തുള്ളാഹി. അത് ഈ വസ്വാസ് അത് ശൈത്താനിത്തെന്ന് പറയുമ്പോൾ ഒരുപാട് മഹാന്മാർ തന്നെ നമസ്കാരത്തിൽ തന്നെ അധികം കാണാറുള്ളത് ഇങ്ങനെ നിയത്ത് ചെയ്ത് വലിയ വലിയ പണ്ഡിതന്മാർ തന്നെ നിയത്ത് ചെയ്യുകയും കൈ കെട്ടുകയും പിന്നെയും കൈ അയച്ച് രണ്ടാമതും കിട്ടുന്നൊരവസ്ഥയൊക്കെ പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ നല്ല നല്ല പണ്ഡിതന്മാരിൽ തന്നെ ചിലവരൊന്ന് കാണാറുണ്ട്. അപ്പൊ ഈ വസ്വാസ് എന്ന് പറയപ്പെടുന്നത് അങ്ങനെ വേർതിരിച്ച് രണ്ടോ മൂന്നോ അങ്ങനെ മഹാന്മാർക്ക് പ്രത്യേകിച്ചും സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് എന്നുള്ള ഒരു പ്രത്യേകമായ വസ്വാസ് എന്നുള്ളതുണ്ടോ? അവർ ഈ കിതാബ് പഠിച്ചു പറഞ്ഞാണല്ലോ. അപ്പൊ സാധാരണ ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ അതെന്താണെന്ന് വിശദീകരിക്കാം. മറ്റൊന്ന് ഇതൊന്നത് അവർക്ക് അറിയുന്നതന്നെയാണ്, ഒന്നുകൂടെ പറയുന്നുള്ളൂ. ഇങ്ങനെ വസ്വാസ് പിന്നെ ആവർത്തിച്ചുകൊണ്ട് കൈകെട്ടിയ ഒരു ഇമാമ്, ആ ഇമാമിനെ തുടരുന്ന മൗമൂങ്ങൾ അദ്ദേഹത്തിന്റെ ആ നിസ്കാരം കൈകൾ പിന്നെ അയക്കുന്നതും കിട്ടുന്നതും കണ്ടാൽ എന്ത് ചെയ്യണമെന്നാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചാണ്. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ പറയിപ്പിച്ചണോ സൂര്യ? ആലിമീങ്ങളാണ്, വലിയ മഹാന്മാരാണ് എന്നത് കൊണ്ടിട്ട് അവർക്ക് ഒസ്വാസ് വരൂലെന്നില്ല. ഒസ്വാസ് എന്ന് പറഞ്ഞാൽ ഒരു മാനസിക രോഗമാണ്. ശൈത്താൻ ഉണ്ടാക്കി തീർക്കുന്ന ഒരു മാനസിക രോഗമാണ്. മഹാന്മാർക്ക് മാനസിക രോഗം ഉണ്ടാവില്ല എന്നൊന്നും കിതാബിൽ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അമ്പിയാ മുസ്ലിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടങ്ങി മുൻഗാമികളായ അമ്പിയാക്കന്മാരുൾപ്പെടെയുള്ള ഒരാൾക്കും യാതൊരു തരത്തിലുള്ള വസ്വാസും ഉണ്ടായിട്ടില്ല. മഹത്തുക്കളായ മശായിഖന്മാര്, ഇമാമിയങ്ങൾ, അവർക്കും ആർക്കും വസ്വാസ് ഉണ്ടായിട്ടില്ല. പിന്നെ എന്റെ നാട്ടിലുണ്ട് ഇനി ഒരാള്, ആള് വഫാത്തായി പോയി. നല്ലൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മുജാബു ദഅവത്താ. അദ്ദേഹം ദുആ ചെയ്ത ദുആക്ക് ഉത്തരണ്ട്. അത്രയും എല്ലാവർക്കും നാട്ടുകാർക്ക് മുഴുവനും ബഹുമാനം ഉള്ള ഒരു വലിയ മഹാനായ ഒരു കാക്കയാണ് മല്ലാക്ക. എന്താണ് മെയ്തിയുട്ടി അല്ലാക്കാന്ന് എന്തോ പറഞ്ഞിട്ട് ഒരു മല്ലാക്ക വഫാത്തായിട്ട് കുറെ കൊല്ലായി. എനിക്കറിയാം, ഞാനൊക്കെ ഓതുന്ന കാലത്ത്. ഇയാള് ഭയങ്കര ഖുശൂഇന്റെ ആളുമാണ്, വലിയ ഇഖ്ലാസിന്റെ ആളുമാണ്, നല്ല ദുആക്ക് ഇജാബത്തുള്ള, എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു. അന്നൊക്കെ വീടുകളിൽ ദായിമോത്ത് ധാരാളം ഉള്ള സമയം, ബാക്കിയുള്ള സമയം ഒഴികെയുള്ള സമയത്ത് വന്ന് പള്ളിക്ക് കുത്തിർന്നിട്ട് പോകുന്നു. പക്ഷെ മൂപ്പര് ഫാത്തിഹ ഓതൽ എങ്ങനെയാണെന്നറിയോ? ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ അൽ റഹ്മാനി അർ റഹീം മാലികി യൗമി ദീൻ. ഇങ്ങനെ ഓതിയത്. നല്ല മനുഷ്യനാണ്, ആൾക്കൊരു കുഴപ്പമില്ല. അയാളെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ അയാളെ തുടർന്ന് നിസ്കരിച്ചോ നിസ്കാരാണ് കുളത്തിലിറങ്ങും. അയാള് നിസ്കാരം പറ്റൂല. അയാൾക്ക് പറ്റും, കാരണം അയാൾക്ക് അങ്ങനെ അല്ലാതെ കഴിയില്ല, തബിയത്ത് പോലെ ആയിപ്പോയി. പക്ഷെ അയാളെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. അയാൾ മോശക്കാരനായതുകൊണ്ടല്ല, അയാൾ അങ്ങനെ വസ്വാസ് തബിയായിപ്പോയി. അയാൾ നിങ്ങൾ കല്ലി വല്ലി വിട്ടാളി, പക്ഷെ അയാളെ തുടരാൻ പറ്റൂല, അയാളെ ഇമാമാക്കാൻ പറ്റൂല. എന്നേക്ക് ഇങ്ങനെ തക്ബീർ കെട്ടുക കഴിച്ചാ പിന്നെയും കെട്ടുക കഴിച്ചാ ഓനെ പിരിച്ചു വിട്ട് അടുത്തുനിന്ന് ഏതെങ്കിലും മോചാരിറ്റികളെ കൊണ്ടുവന്നാൽ വേറെ ഇമാമിനെ വെച്ചോളി. മൂപ്പർക്ക് പണി കൊടുക്കുക, വേറെ എന്തെങ്കിലും ജോലി. ഇമാമാക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ വിശ്വാസമുള്ളവരൊക്കെ മോശക്കാരാണ്, നരകത്ത് പോണവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് വേറെ വിഷയമാണ്. ചിലതങ്ങോട്ട് നീക്കാൻ പറ്റാത്ത നിലക്ക് ത്വബീഇ ആയിപ്പോയിട്ടുണ്ടാകും. അവരെ സംബന്ധിച്ചത് മഅഫൂൻ അൻഹുവാണ്, കാരണം അത് മാറ്റാൻ കഴിയാതായത് കൊണ്ട്. പക്ഷേ അവരെ തുടരാൻ പറ്റൂല. മഹാന്മാർക്ക് ഉണ്ടാകുന്നൊരു വിശ്വാസം ഉണ്ട് ട്ടാ, അത് ഇതല്ല. അത് ഖുശൂഅ് കൂടാൻ സഹായകമാവുന്ന, പടച്ചോനെ ഞാൻ മനസ്സിൽ നിയ്യത്ത് ചെയ്തത് മതിയായില്ലേ എന്നുള്ള നിലക്ക് വളരെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ പ്രവൃത്തികളും വളരെ സൂക്ഷിച്ച് ചെയ്യുക. എന്നാൽ തന്നെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പേടിയാണ്, പടച്ചോനെ ശരിയായോ? അത് വേറെ ഉപ്പാണ്. അതും നമ്മളെ പോലത്തെ സാധാരണക്കാർക്കൊന്നും ഗുണമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം അത് ശരിയായിട്ടുണ്ടാവുമോ ഇത് ശരിയായിട്ടുണ്ടാവോ എന്ന് സംശയിച്ചാൽ ഹല്ലിയോ ഇല്ലയോ പിന്നെ ശ്രദ്ധിക്കണ്ട എന്ന് പറയാൻ കാരണം അത് ഈ മദ്മൂമായ വിശ്വാസിലേക്ക് ചെന്ന് ചേരും എന്നതുകൊണ്ട് ആ ബാബു വിടുക. ഓക്കെ.
ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടല്ലോ? സൗണ്ട് ക്ലിയർ അല്ലേ? കേൾക്കുന്നു, അൽഹംദുലില്ലാഹ്. ഉസ്താദേ, പിന്നെ ഈ മഴക്കാറ് കൊണ്ട് ഒക്കെ അറിയാതെ ആയി എന്ന് പറഞ്ഞത്, അത് ഈ മഅരിഫത്ത് ദുഖൂലിൽ വഖ്തിനോട് എതിരാവോ? അറിയാതെ നിസ്കരിച്ച് എന്ന് പറയുമ്പോ മഅരിഫത്ത് ദുഖൂലിൽ വഖ്ത് അത് ഒരു സത്തിൽ പെട്ടതല്ലേ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. നല്ല ചോദ്യമാണ് അബൂരിഫത്ത് ഉസ്താദെ. മാരിഫത്ത് ദുഖൂലുൽ വഖ്തേ ഷർത്തുള്ളൂ, മാരിഫത്ത് ഖുറൂജുൽ വഖ്ത് ഷർത്തില്ല. അത് മനസ്സിലാക്കിയിട്ടില്ലേ? ഇവിടെ ഇപ്പൊ കേസ് മാരിഫത്ത് ഖുറൂജുൽ വഖ്താ, മാരിഫത്ത് ദുഖൂലുൽ വഖ്തല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? വഖ്ത് കടന്നു എന്നറിയൽ ഷർത്താണ്, അല്ലാതെ നിസ്കരിച്ചാൽ സയ്യാവൂല. വഖ്തായില്ലെങ്കിൽ പോലും സയ്യാവൂല. അതേ സമയത്ത് മാരിഫത്ത് ഖുറൂജുൽ വഖ്ത് ഷർത്തല്ല. തിരിഞ്ഞാ? മാരിഫത്ത് ഖുറൂജുൽ വഖ്ത് ഷർത്ത് അല്ല. അതായത് 100 ആയണോ ഇല്ലേന്നല്ല സംശയം, 100 ഖളാ ആയണോ ഇല്ലേന്നാ സംശയം. അത് തന്നെ പറഞ്ഞു. അവിടെ തന്നെ ഉസ്റ് എന്ന് പറഞ്ഞ തന്നെയാണ്. അവിടെ ഇപ്പൊ മൂപ്പര ചോദ്യം അതല്ല. ആലൂര് മനസ്സിലായില്ലേ അബൂരിഫത്ത് ഉസ്താദിന്റെ ചോദ്യം? അബൂരിഫത്ത് ഉസ്താദ് പറയുന്നത് വഖ്ത് കടന്നു എന്നറിയൽ ഷർത്താണല്ലോ, അതറിയാതെ നിസ്കരിച്ചാൽ സയ്യാവൂലല്ലോ. അപ്പോ മയക്കാറ് പോലത്തത് കൊണ്ട് ഉസ്റാണെങ്കിൽ അതാതിന്റെ അവിടെ ഖളാഹ് എന്നും ഖളാഹിന്റെ അവിടെ അതാഹ് എന്നും കരുതിയോണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ. അത് രണ്ടും രണ്ടാണെന്ന്. മാരിഫത്ത് ദുഖൂലുൽ വഖ്താണ് അറിയൽ ഷർത്ത്, അതേ സമയത്ത് മാരിഫത്ത് ഖുറൂജുൽ വഖ്ത് അറിയൽ ഷർത്തില്ല. അപ്പോ ഇയാൾ ഖളാ ആയി എന്ന ധാരണയിൽ നിസ്കരിച്ചു, സംഗതി ഖളാ ആയിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഖളാ ആയിട്ടുണ്ടാവില്ല, അതായത് തന്നെയാണ് എന്ന ധാരണയിൽ നിസ്കരിച്ചു, പക്ഷേ ഖളാ ആയിരുന്നു. രണ്ടിനും ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട്? മാരിഫത്ത് ഖുറൂജുൽ വഖ്ത് ഷർത്തല്ല. വഖ്ത് കടന്നു എന്നറിയലേ ഷർത്തുള്ളൂ, വഖ്ത് കഴിഞ്ഞു എന്നറിയൽ ഷർത്തില്ല. മനസ്സിലായോ ചോദ്യം? ആ സ്ഥാനത്താണെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ ഷർത്തുള്ളത് ദുഖൂലുൽ വഖ്താണ്, അതുണ്ട്, രണ്ടോടത്തിലുണ്ട്. അതാണോ എന്ന് ധരിച്ച് നിസ്കരിക്കുന്നോടത്തും വഖ്തായിന്ന് ഉറപ്പുണ്ട്, ഖളാ ആണെന്ന് ഷർത്തോടും വഖ്ത് ആയെന്ന് ഉറപ്പുണ്ട്. പിന്നെന്താണ് ഖളായി പോയോ ഇല്ലേ എന്നുള്ളതിലാ തർക്കം. അതിന് അത് ഷർത്തോട്ടില്ലാണ് ഖളാഹി എന്നറിയല്. ശബ്ദം ക്ലിയർ ആണെന്ന് കരുതുന്നു. സർ, പിന്നെ ഈ നെയ്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, പിന്നെ മനസ്സിൽ കരുതണം, അതുപോലെ ഹാജിറാക്കണം, ഇത് രണ്ടും ഒന്നല്ലേ? അതായത് മനസ്സിൽ ഹാജിറാക്കലെന്നല്ലേ മനസ്സിൽ കരുതലും. അത് ആദ്യം വായ കൊണ്ട് നെയ്യത്ത് പറഞ്ഞ് പിന്നെ അതൊന്ന് മനസ്സിൽ കരുതി പിന്നെ തക്ബീറത്തിൽ ഇഹ്റാം ചെല്ലുമെന്ന് ഹാജിറാക്കി, ഇതിങ്ങനെ മൂന്നാണോ? അതല്ല ഈ ഹാജിറാക്കലും കരുതലും ഒന്ന് തന്നെയാണോ എന്നാണ് എന്റെ സംശയം. അസ്സലാമു അലൈക്കും. ഹാജറാക്കലും കരുതലും ഒന്നല്ല. ഹാജറാക്കല് എന്ന് പറയുന്നത് വഖ്തുമായിട്ട് ബന്ധപ്പെട്ടതാ. കരുതുക എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലെ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാ. മനസ്സിലായില്ലേ? അപ്പൊ മനസ്സിൽ കരുതുന്ന കരുത്ത് എവിടെ ഹാജറാക്കുക? ഈ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ഹാജറാക്കുക. അപ്പൊ അത് ആ കരുത്ത് നേരത്തെ കരുതികാണ്ട് വിട്ടാ പറ്റൂല. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് അത് നിലനിർത്തുക എന്നർത്ഥം. അതിന് മുമ്പ് കരുതിയാലും കുഴപ്പമില്ല, മുമ്പ് കരുതിയില്ലെങ്കിൽ ആ സമയത്ത് തന്നെ കരുതിയാലും വേണ്ടിയില്ല. ഇസ്തിഹ്റാർ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഹാജറാക്കാം, കൽബിൽ നിലവിൽ വന്ന് അപ്പോൾ തന്നെ രണ്ടും ഒന്നിച്ചായാലും വേണ്ടിയില്ല, നേരത്തെ ഉള്ളതിന് ആ സമയത്ത് ഹാജറാക്കിയാലും വേണ്ടിയില്ല. അതായത് ളുഹ്ർ എന്ന ഫർദ് ഞാൻ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതി പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അത് മനസ്സിലില്ലെങ്കിൽ കരുതിന് എന്ന് പറയാ, ഹാജറാക്കിയിട്ടില്ല എന്നും പറയാം. അത് പോരാ. മനസ്സിലായില്ലേ? ഹാജറാക്കുമ്പോൾ എന്തായാലും കരുതൽ വരും. കരുതുമ്പോൾ ഒക്കെ ഹാജറാക്കൽ വന്നു കൊള്ളണം എന്നില്ല. മനസ്സിലായില്ലേ? ജുസിയല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ അതെന്ത് മനസ്സിലായോ? കരുതുമ്പോഴൊക്കെ ഹാജറാക്കൽ വന്നു കൊള്ളണം എന്നില്ല.
ഹാദറാക്കേണ്ട എന്റെ സമയത്ത്, ആ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ഹാദറാക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ മനസ്സിലുള്ള ആ കരുത്ത് നേരത്തെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, നേരത്തെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ നേരത്തെ ഉണ്ടായിട്ട് അത് വിട്ടിട്ട് പിന്നെ തക്ബീർ ചൊല്ലിയാ പോരാ. തക്ബീർ നാവ് കൊണ്ട് ചൊല്ലുന്ന സമയത്ത് ഈ കൽബ് കൊണ്ട് കരുതിയ കരുത്തിനെ കൽബിൽ ഹാദറാക്കണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കൽബിൽ അത് ഉണ്ടായിരിക്കണോന്ന്. മുമ്പ് ഉണ്ടായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അസ്സലാമലൈക്കും ഉസ്താദെ. എൻ്റെ ഇത് നമ്മള് നിയ്യത്ത് ചെയ്യുന്ന സമയത്ത് പിന്നെ അത് ഹാജറാക്കിയതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ പിന്നെ അള്ളാഹു എന്നുള്ളത് ആ ലാമിന്റെ മഹ്റജിൽ നിന്ന് തന്നെയല്ലേ വന്നതെന്ന് ഇങ്ങനെ വിശ്വാസം വരും. അങ്ങനെ മടക്കി മടക്കി കെട്ടേണ്ടി വരികയാണ്. അപ്പോ ഈ ഹാജറാക്കലും ലാമിന്റെ മഹ്റജിൽ നിന്ന് അള്ളാഹ് പറയലും ഒക്കെപ്പാടെ കൂടുമ്പോ വിശ്വാസം വരികയാണ്. അപ്പൊ ഒക്കെ പിന്നെ കൊണ്ടുവരണോ, അതിനെന്തെങ്കിലും മാർഗം ഉണ്ടോ ഒഴിവാൻ എന്നുള്ളതാണ്. അല്ലാഹു അക്ബർ പറഞ്ഞ മഹ്റജൊക്കെ മാറി, മഹ്റജ് മാറി എന്തായാലും തക്ബീർ പിന്നെ ശരിയാവുകയില്ലല്ലോ. എന്റെ സംശയം എപ്പോഴും ഉണ്ടാകണം, ഏത് തക്ബീർ കിട്ടുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ലാമിന്റെ മഹ്റജിൽ നിന്നാണോ അത് വരുന്നത് എന്നുള്ളതാണ് സംശയം. ഞങ്ങളെ ചോദ്യം കേട്ടിട്ട് ഒറ്റക്ക് പടരുന്ന് ചിരിച്ചുപോയി. ഇങ്ങനെ തന്നെയാണ് പൊന്നു ഹബീബ ഈ എല്ലാ ഒസ്വാസും കടന്നു വരുന്ന ബാബ്. നിങ്ങൾക്ക് തൽക്കാലം ഈ സൂക്കേട് മാറുന്നവരെ ഞാനൊരു മരുന്ന് അറിഞ്ഞുതരാം. നിങ്ങള് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? നമ്മളെ ഹാഫിദ് ഉസ്താദ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പടിയായിട്ട് വന്നിന്റെ തല്ലൊക്കെ ചെയ്യും, എന്നാലും വേണ്ടിയില്ല. ഇങ്ങനെ ഒസ്വാസിന് സബബാകുമെങ്കിൽ ലാമിനെ തഫ്ഹീമാക്കാതെ തർക്കീഖാക്കിയിട്ട് ലാമിന്റെ ശബ്ദത്തിൽ തന്നെ ചെയ്താൽ മതി. മഹ്റജ് തെറ്റിയാൽ ലാമല്ലാതാവും. തഫ്ഹീമാക്കിയിട്ടുണ്ടെങ്കിലും ആക്കിയിട്ടില്ലെങ്കിലും ലാമായിട്ട് വരും. മനസ്സിലായില്ലേ? അപ്പോ ശരിക്കു വേണ്ടത് തഫ്ഹീമാക്കി തന്നെ പറയുകയാണെങ്കിലും അത് പ്രയാസം നേരിടുന്നു, ഉസ്വാസിന് കാരണമാകുന്നു എങ്കിൽ നിങ്ങൾ മഅ്ദൂറാണ്. എന്തു പറഞ്ഞാൽ മതി? അല്ലാഹു അക്ബർ. എന്നാ ലാം തന്നെയാണല്ലോ ഉച്ചരിച്ച്, അതിന്റെ മഹ്റജ് തന്നെയാണല്ലോ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ആ ഒസ്വാസ് ഒഴിവാകുക. ഒസ്വാസ് പോയതിന് ശേഷം പിന്നെ ഹാഫിദ് ഉസ്താദൊക്കെ പഠിപ്പിച്ചു തന്നേക്ക്, അതുപോലെ പണ്ട് അലി അൻസാരി ഉസ്താദൊക്കെ പഠിപ്പിച്ചു തന്നേക്ക് ശരിക്കും മഹ്റജിൽ നിന്നായതോട് കൂടി തന്നെ തഫ്ഹീം ചെയ്തുകൊണ്ട് പറയാം. മനസ്സിലായില്ലേ? തഫ്ഹീം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സിഫത്താണ്. ആ സിഫത്ത് ഒഴിവാക്കിയാലും ലാമിന്റെ ഹഖീഖത്ത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ തക്ബീർ സഹീഹാകും. അല്ലേ? തക്ബീർ സഹിയാവും. ഇങ്ങനെയുള്ള ഒസ്വാസിലേക്കൊന്നും പോകണ്ട. നിങ്ങൾ അള്ളാഹു പറഞ്ഞ അമല് ഞാൻ എന്റെ കഴിവനുസരിച്ച് ചെയ്യുന്നു. ആയത്ത് കേട്ടിട്ട് ഞങ്ങൾ അവനാനോട് ചെയ്യാൻ കഴിയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് കൽപ്പിക്കുള്ളൂ, അല്ലാത്ത അള്ളാഹു തആല നമ്മളോട് കീർത്തിക്കൂല. ഞാൻ പറഞ്ഞപ്പോ എന്റെ ബേക്കൊക്കെ ചൊവ്വാണ്. ളുഹ്ർ എന്ന ഫർള് ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ ശരിയായിരുന്നു, ശരിയായിട്ടില്ല എന്ന് തോന്നുമ്പോ ശരിയായിരുന്നു ഹല്ലി വലിയ ശരിയായിരുന്നു. അങ്ങനെ നിങ്ങൾ ഒരു 7 വട്ടം പറഞ്ഞു നോക്കിയാണ് വഫാസാറിന്റെ അടുത്ത് പോയാലേ ആദ്യം പറയാ എന്താ അറിയോ, രാവിലെയും വൈകുന്നേരം 33 വട്ടം എന്ത് പറയണം? അല്ലാഹു അക്ബർ. ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു, ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു. 33 വട്ടം രാവിലെയും പറയാം, 33. അങ്ങനെ 13 ദിവസം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോ നിങ്ങളെ കൊണക്കേട് മാറിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അതൊക്കെ അതിന്റെ ചികിത്സ. ശരിയായിട്ടില്ല കല്ലുവരി എനിക്കെന്തേ അള്ളാഹു തരാന്റെ പടപ്പാൻ ഞാൻ നിന്റെ അടുത്തുള്ള പോരായി ഉണ്ടെങ്കിൽ അത് പൊരുത്തു തരാനോ അള്ളാഹ് കഴിയും എന്ന് പറഞ്ഞിട്ട് ശൈത്താനെ വിട്ടാളിങ്ങൾ എന്ന് ഈ ശൈത്താന് കൂടെ നടന്നിട്ട് ഓന് തൊപ്പിട്ട് കൊടുക്കാൻ നടന്നിട്ടുമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാണത്. ശൈത്താനെ തൊപ്പിട്ട് കൊടുക്കുന്ന പണി അത് പറഞ്ഞേക്കന്നെ ശരിയായിട്ടില്ല. അതുകൊണ്ട് അവസാനം എവിടെ എത്തുന്നത് അറിഞ്ഞോ? അല്ലാഹു അക്ബറാവും. അപ്പൊ എന്താണ് ആ പറഞ്ഞത്? അറബിയിലും ഇല്ല, മലയാളത്തിലും ഇല്ല, ഇംഗ്ലീഷിലും ഇല്ല, ഉറുദുവിലും ഇല്ല, പാർസിയിലും ഇല്ലാത്ത എന്തോ ഒരു കലിമത്താവും നിങ്ങൾ പറഞ്ഞത്. അവിടെ കൊണ്ട് എത്തിക്കല ഇബ്ലീസിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ഹല്ലി വല്ലി ഇതൊരു മത്സര പിടുത്തം വേണ്ട. റിലാക്സ്. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് വേണ്ട അതാണ്. എന്തല്ല മത്സര പിടുത്തല്ല. ഒക്കെ ശരിയായിട്ടുണ്ടോ? ഇതൊക്കെ ഇപ്പൊ എന്താ, ഞാൻ ഇപ്പം പള്ളിക്ക് പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കണം ളുഹ്ർ എന്ന് അള്ളാഹ് എന്നെ കൽപ്പിച്ചത് കൊണ്ട് ഞാനത് ചെയ്യാണ് എന്ന ബോധത്തോടു കൂടി വന്നു നിന്ന് മനസ്സുകൊണ്ട് ളുഹ്ർ എന്ന ഫർദ് ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ.
അള്ള പറഞ്ഞു എന്നോട് അത്രയേ ഉള്ളൂ, ഞാനത് ചെയ്തു. ഹലാസ്. അത് ഇനി മഹ്റജ് ഒത്തിട്ടുണ്ടോ, അല്ല ഹാഫിദ് ഉസ്താദ് കണ്ടാ ചെവി പിടിച്ച് തിരുമ്പോ, അരി ഉസ്താദ് കണ്ടാ തലക്ക് മേടുവോ എന്നൊന്നും ചിന്തിച്ച് നിങ്ങളുള്ള ഇബാദത്ത് കുളത്തിലിറക്കണ്ട. ആക്കെന്നെ പോലെ ആണ്ട് കല്ലി വല്ലി അല്ലാഹു അക്ബർ. ഹലാസ്. ശരിയായിണെങ്കിൽ ശരിയായി, ശരിയായിട്ടില്ലെങ്കിൽ അതൊക്കെ പുറത്തു തരാൻ അള്ളാഹ്ക്ക് കഴിയും. അള്ള എത്ര വലിയവനാ. നമ്മളിത് നിക്കരിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് റേഷൻ വാങ്ങാനൊന്നും അല്ലത്. നമ്മൾ അള്ള പറഞ്ഞ് വൈപ്പെടുന്നുണ്ടോ നോക്കാനാ. ഹലാസ്. ഈ ആവശ്യമില്ലാത്ത ഈ തക്കഷഫിലേക്ക് ഇറങ്ങിയിട്ട് ഉള്ള ഇബാദത്ത് കുളത്തിലിറക്കണ്ട. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, ഉസ്താദിന്റെ ഉദാഹരണങ്ങൾ കേട്ട് കുട്ടികളൊക്കെ ചിരിച്ചു പോകുന്നു. ഉസ്താദ് മാത്രമല്ല, ദുർദാശ ആശയത്തിന്റെ ഒക്കെ. ഉസ്താദ്, എനിക്ക് ഉള്ള സംശയം, ഇവിടെ ഇപ്പൊ മഴക്കാല സംഭവം, ഒരു ചെറിയ മഴ പെയ്ത് മഹരീവിന്, ഉദാഹരണത്തിന് മഹരീവിന് പെയ്ത്, അപ്പോ ഇവിടെ നിന്ന് ഏശാവ് നിസ്കരിച്ച് ഓടിക്കളയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ നിസ്കാരം ഏശാവിനാണെങ്കിൽ മഴയത്തില്ലാനോ, അങ്ങനെ ആവുമ്പോ നമ്മൾ നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടി വരുമോ ഇല്ല എന്നുള്ള സംശയം ഒന്ന്. പിന്നെ വേറെ സക്കാത്ത് സംബന്ധമായിട്ട് ചെറിയൊരു സംശയം പറ്റുമെങ്കിൽ ഞാൻ പിന്നെ ഫോൺ മൈക്കെടുക്കാം. അസ്സലാമു അലൈക്കും. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞ മസലയാണ്. അത് നമ്മളെ ഷാഫി മദ്ഹബ് അനുസരിച്ച്, അതിന് ഷാഫി മദ്ഹബ് അനുസരിച്ച് ജമ്മാക്കി നിസ്കരിക്കുകയാണെങ്കിൽ ഒരു ചില്ലറ മഴയൊന്നും ഉണ്ടായാൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് ജമ്മാക്കാൻ പറ്റൂല. എന്നാൽ ഹംബലി മദ്ഹബ് അനുസരിച്ച് ജമ്മാക്കാം എന്നതാണ്. അതുകൊണ്ട് സൗദി അറേബ്യയിലൊക്കെ ഈ മഗ്രിബ് നിസ്കരിക്കുന്ന സമയത്ത് ചാറ്റൽ മഴ കണ്ടാൽ അവര് ഇശാവും കൂടി മഗ്രിബിലേക്ക് മുന്തിച്ച് ജമ്മാക്കി നിസ്കരിക്കും. അവരെ മദ്ഹബ് അനുസരിച്ച് ഇത് ശരിയുമാണ്. അതിനെന്ത് മതി? മഗ്രിബ് നിസ്കരിക്കാൻ തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ മഗ്രിബ് നിസ്കരിച്ച് സലാം വീട്ടുമ്പോഴും ഇശാ നിസ്കാരം തുടങ്ങുമ്പോഴും മഴ ഉണ്ടായാൽ മതി. ഇശാ നിസ്കരിച്ച് കഴിയുമ്പോഴത്തിന് തന്നെ മഴ പറ്റു പോയെങ്കിലും ആ നിസ്കാരത്തിന് കുഴപ്പമില്ല എന്നാണ് ഓലെ മദ്ഹബ് അനുസരിച്ച് പറ്റും. നമ്മളെ മദ്ഹബിൽ പറ്റൂല എന്നാ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ സമയത്ത് തന്നെ നിസ്കരിക്കുക. ജമ്മാക്കാനുള്ള കാരണങ്ങളിൽ മഴ, സാധാരണഗതിയിലുള്ള മഴ ഷാഫി മദ്ഹബ് അനുസരിച്ച് പെടൂല. പിന്നെ ആ ഇസ്കു പറഞ്ഞു ഞാൻ പറയുന്ന ഈ ഇതുണ്ടല്ലോ, ഇത് ഹാഫിള് പഠിച്ചോനെ ഇവിടെ തജ്വീദ് ക്ലാസ് എടുക്കുന്ന ഹാഫിളിനെ പറ്റിയാ ഞാൻ പറയുന്നത്. മറ്റേ ആളുമായിട്ട് എനിക്ക് പണ്ടും ഇല്ല ബന്ധം, എപ്പോഴും ഇല്ല ബന്ധം. ഞാൻ അയാളെ ഗുണം പറയാനും പോലില്ല, ദോഷം പറയാനും പോലില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ആ മനുഷ്യനായിട്ട് നേരിൽ കണ്ടിട്ടുമില്ല. മനസ്സിലായില്ലേ? ഞാൻ അതൊരു വർത്താനാക്കണ്ട. എന്ത് വെട്ടൂരാന്ന് എനിക്കറിയില്ല. എനിക്ക് അയാളെ ഒരു നിരക്കുള്ള പരിചയമില്ല. ഞാനൊരു ഗുണത്തിനും ഇല്ല, ദോഷത്തിനും ഇല്ല. മനസ്സിലായില്ലേ? അത് നമ്മളെ സംബന്ധിച്ച് മുമ്പേ പരിചയമില്ല, കണ്ടിട്ടുമില്ല, അന്നുമില്ല, ഇന്നുമില്ല. അത് ഞാനിവിടെ പറയുന്നത് ഹാഫിദ് ഉസ്താദ് എന്ന് പറയുന്നത് നമ്മളെ SGVയിൽ തജ്വീദ് ക്ലാസ് എടുക്കുന്ന ഉസ്താദിനെ പറ്റിയാ. മുമ്പ് ഹാഫിദ് ഉസ്താദ് ആയിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. പിന്നെ മൂപ്പർക്ക് ചില സൗകര്യം വന്നപ്പോഴാണ് നമ്മളെ ബഹുമാനപ്പെട്ട അലി അൻസാരി ഉസ്താദ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്. അത് വളരെ ഭംഗിയായി പോയി. പിന്നീട് ഉസ്താദിന് കുറച്ച് സുഖക്കുറവ് വരികയും പിന്നെ അവസാനം പോയി നാട്ടിൽ ആക്കുകയും ചെയ്തു. ഇപ്പം ഗൾഫിൽ നിന്ന് ഒഴിവാക്കി പോയല്ലോ. അപ്പൊ പഴയതുപോലെ തന്നെ ഹാഫിദ് മുഹമ്മദ് മദനി ഉസ്താദാണ് വീണ്ടും ക്ലാസ് എടുക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ അതിപ്പോ തജ്വീദ് ക്ലാസ് കേൾക്കുന്നവർക്ക് ആ സംശയം ഉണ്ടാവില്ല. അതിനിപ്പോ ആകെ രാവിലെ തജ്വീദ് ക്ലാസ്സിനൊന്നും വരാതെ തൽക്കാലമാണെങ്കിൽ ഫിഖ് ക്ലാസ്സിന് മാത്രം വരുന്ന ചില സാധാരണക്കാരുണ്ടെങ്കിൽ അവര് തെറ്റിദ്ധരിക്കണ്ട എന്നുള്ള ആൾക്കാണ് ഇഷ്കു മദീന പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ഓർമ്മപ്പെടുത്തിയും. ഓർക്ക് രാവിലെ ഇവിടെ ഹാഫിദ് ഉസ്താദ് ക്ലാസ് എടുക്കലുണ്ട്, മുഹമ്മദ് മദനി ഉസ്താദ് ക്ലാസ് എടുക്കലുണ്ട് എന്നൊന്നും അറിയില്ല. ചപ്പാരം പഠിക്കാരനാ, നാടൊന്നും എനിക്കും അറിയില്ല. ഹാഫിദ് ഉസ്താദ് എന്ന് പറയാന്നല്ലാതെ തജ്വീദ് ക്ലാസ് ഫിഖിന് മാത്രം വരുന്നവര് അവിടെ ഉണ്ട്. അബൂ ഷാക്കിർ ഉസ്താദ് ഹാഫിദ് ഉസ്താദിന് അങ്ങനെ വലിയ പൊന്തിച്ച് പറയുന്നത് കണ്ട് എന്ന് പറഞ്ഞ അയാൾ ഇപ്പോഴും അതിന്റെ ആളാലേ, ഫിത്നക്കിടക്കണ്ട. അതല്ല ഇവിടെ തജ്വീദ് ക്ലാസ് എടുക്കുന്ന പ്രധാനപ്പെട്ട 2 ഉസ്താദന്മാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതാ. അല്ലാത്ത മറ്റേ ആളെ പറ്റിയിട്ട് ഗുണം പറയാനും ദോഷം പറയാനും ഞാനില്ല. നമ്മൾ പണ്ടും ഇന്നും അയാളുമായിട്ട് ഗുണത്തിലും ദോഷത്തിലും യാതൊരു ബന്ധവുമില്ല. തന്നെയല്ല, ദുരൂഹമായ ചിലതൊക്കെ ഉണ്ട് എന്ന് ഉസ്താദന്മാര് പറഞ്ഞതുപോലെ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. എങ്ങനെ? ഞാൻ നേരിൽ കണ്ടതല്ലെങ്കിലും മുമ്പ് അവിടെ മദീന സിയാറത്തിന് ഉംറക്കും വന്ന സമയത്ത് മദീനയിൽ വെച്ച് പണ്ട് 150 കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം അദ്ദേഹം ഉദ്ധരിച്ചു എന്ന് ചില പ്രവർത്തകന്മാർ പറയുകയുണ്ടായി.
ആൾക്കാകെ തന്നെ 30 വയസ്സോ 40 വയസ്സിന്റെ ചുവട്ടിലേ ഉള്ളൂ. പിന്നെ 150 കൊല്ലം മുമ്പ് മദീനത്ത് വന്നപ്പോ എന്ന് പറഞ്ഞപ്പോ എന്തോ ദുരൂഹത അതിലുണ്ട് എന്ന് എനിക്കും തോന്നി. അങ്ങനെയല്ലാതെ എനിക്ക് ബന്ധമില്ല, അതുമായിട്ടല്ല പറയുന്നത്. ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഫിഖ് ക്ലാസ്സിന് രാവിലെ ഇല്ലാത്ത പലരും വരുന്നുണ്ട്. അപ്പൊ ഓല് ഇവിടെ ആരാ തജ്വീദ് ക്ലാസ് എടുക്കല്, ഏത് യാഫിദ് ഉസ്താദാണ് എന്നൊന്നും ഓൽക്കറിയില്ല. അപ്പൊ ഞാൻ തെറ്റിദ്ധരിക്കേണ്ട നന്നായി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നേരത്തെ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഉസ്താദിനോട് അധപകേടായിട്ട് ആരും ടെക്സ്റ്റ് അടിക്കരുത്, ഉസ്താദ് പെട്ടു, ഉസ്താദ് പേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാണുന്നുണ്ട്. ആരും അങ്ങനെ ചെയ്യരുത്. ഉസ്താദ്മാരോടുള്ള മര്യാദ നമ്മൾ പാലിക്കണമെന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ചോദ്യം, ഉസ്താദ്, അസ്ർ നിസ്കരിക്കുന്ന ഒരാള് മോറ് നിസ്കരിക്കുന്ന ആളോട് തുടർന്നാൽ ശരിയാവുമോ? അസ്ർ നിസ്കരിക്കുന്ന ഒരാളോട് മോറ് നിസ്കരിക്കുന്ന ആള്, അതായത് പിന്നെ ഒരാള് അസറിനെ മോറിലേക്ക് മുന്തിച്ചമ്മാക്കി നിസ്കരിക്കുമ്പോൾ ബാക്കിൽ വേറെ ആൾ വന്നിട്ട് മോറ് നിസ്കരിക്കുന്ന ആള് തുടർന്നാൽ ശരിയാവുമോ എന്നാണ് ചോദ്യം. അസർ നിസ്കരിക്കുന്ന ആളോട് ളുഹർ നിസ്കരിക്കുന്ന ആള് തുടർന്നാൽ സഹിയാവും. സഹിയാ കഴിയൊന്നുമില്ല. പക്ഷേ മറ്റേയാൾ നിസ്കരിക്കുന്നത് അസറാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ളുഹർ നിസ്കരിക്കുന്ന ആള് തുടർന്നാൽ ജമാഅത്തിന്റെ 27 ദർജ കിട്ടൂല. എന്നാൽ നിസ്കാരം സഹിയാകും, കുഴപ്പമൊന്നുമില്ല. നിസ്കാരം സഹിയാകും, കുഴപ്പമില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹം നിസ്കരിക്കുന്നത് ളുഹറല്ല അസറാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ളുഹർ നിസ്കരിക്കുന്ന ആള് തുടരുമ്പോൾ 27 ദർജ ഫളീലത്ത് കിട്ടൂല. എന്നാലും ജമാഅത്ത് സഹിയാകും, നിസ്കാരത്തിന് കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല, എന്നാലും നിക്കാഹുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നിക്കാഹ് ഒരു പ്രധാനപ്പെട്ട ആളെ കൊണ്ട് ഗൾഫിലെ ആയ സംഭവമാണ്, നാട്ടിലല്ല. ഒരു പ്രധാനപ്പെട്ട ഒരു സയ്യിദും പിന്നെ ആലിമെല്ലാം വരുമ്പോൾ അവരെ കൊണ്ട് നിക്കാഹിപ്പിക്കുകയും പിന്നെ ഇവിടുത്തെ വിസയും അതിന്റെ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് കോടതി കൊണ്ടുപോയിട്ടുള്ള രണ്ടാമതൊരു നിക്കാഹ്, അങ്ങനെ രണ്ട് ചെയ്യുന്നതുകൊണ്ട് വല്ല തടസ്സവും ഉണ്ടോ? അല്ല ഈ ഇവിടുത്തെ കോടതിയിൽ നിന്ന് ചെയ്യിപ്പിക്കുന്ന ആ രജിസ്റ്റർ വിവാഹം മാത്രം മതിയോ എന്നതിനെ കുറിച്ച് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം. നമ്മള് മഹാന്മാരായ ഉസ്താദന്മാരോ സയ്യിദന്മാരെയോ ഒക്കെ കിട്ടുമ്പോ ശരിയായ നിലക്ക് അവരെ കൊണ്ട് നിക്കാഹ് ചെയ്യിപ്പിച്ചു. അതോടുകൂടി നിക്കാഹ് ബന്ധം സ്ഥിരപ്പെട്ടു. പക്ഷേ നിയമവശം നോക്കി ഇവിടെ രേഖ കിട്ടണമെങ്കിൽ ഇവിടത്തെ കോടതിന്റെ അംഗീകാരം വേണം. അതുകൊണ്ട് കോടതി നിയമിച്ച ഒരാളുണ്ടാവും. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് രണ്ടാമത് നിക്കാഹിന്റെ വാചകങ്ങൾ ചെല്ലുന്നത് കൊണ്ട് നേരത്തെ നിക്കാഹിന് യാതൊരു കുഴപ്പവും ഇല്ല. ആദ്യം ചെയ്ത നിക്കാഹ് കൊണ്ട് തന്നെ നിക്കാഹ് സഹിയായിരിക്കുന്നു, അവർ ഭാര്യയും ഭർത്താവുമായിരിക്കുന്നു. ഇനി നിയമവശം പരിഗണിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ഔദ്യോഗിക അംഗീകാരം കിട്ടിയെങ്കിലേ, ആ കടലാസ് കിട്ടിയെങ്കിലേ എന്ത് കിട്ടുള്ളൂ? എംബസിയിൽ പോയാൽ ഈ നിക്കാഹ് രജിസ്റ്റർ ചെയ്യാനും പാസ്പോർട്ടിൽ ചേർക്കാനും മറ്റുമൊക്കെ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള നിയമവശങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കോടതിയിലോ അല്ലെങ്കിൽ കോടതി നിശ്ചയിക്കുന്ന ആളുടെയോ മുന്നിൽ വെച്ചിട്ട് രണ്ടാമത് നിക്കാഹ് രജിസ്റ്റർ ചെയ്യാവുകയും ആ സമയത്ത് നിക്കാഹിന്റെ വാചകങ്ങൾ ചൊല്ലുകയും ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. നമ്മൾ തന്നെ ഇപ്പൊ ഒന്നിലധികം പ്രാവശ്യം പറയുന്നുണ്ടല്ലോ. നമ്മൾ ആദ്യം ഇപ്പൊ എന്താക്കുക? സവ്വജ്തുക വഅൻകഅതുക ബിന്തി ഫാത്തിമ ബിമഹരിൻ മബ്ലൂഹു കദ ഖബിൽതു മിൻക നികാഹഹ വതസ്വീജഹ ബിഹാദൽ മഹരിൽ മബ്ലൂഹിൽ മദ്കൂർ വറദിതു ബിഹി. എന്നിട്ട് പിന്നെ ഉസ്താദ് പറഞ്ഞു കൊടുക്കുക, എന്റെ മകൾ ഫാത്തിമയെ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരം നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു, ഇണയാക്കി തന്നു, കൂട്ടിച്ചേർത്തു തന്നു. നിങ്ങളുടെ മകൾ ഫാത്തിമയെ ഇണയാക്കി തന്നതിനെ, കൂട്ടിച്ചേർത്ത് തന്നതിനെ, നിക്കാഹ് ചെയ്തു തന്നതിനെ ഞാൻ സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. ഇപ്പൊ എത്ര വട്ടം പറഞ്ഞു? സവ്വജ്തുക ബിന്തി ഫാത്തിമ ഖബിൽതു നിക്കാഹഹ. തീർന്നല്ലോ, അത്രയല്ലേ വേണ്ടു. ബാക്കിയുള്ളതൊക്കെ ആവർത്തനം, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? എന്നാൽ നിക്കാഹിന്റെ വാചകങ്ങൾ രക്ഷിതാവും
പുതിയാപ്പളയും 2 സാക്ഷികൾക്കൊക്കെ പറയാതെ വെറും കടലാസ് രേഖ മാത്രം മതിയാവൂല. അങ്ങനെയല്ല, പറഞ്ഞ് അയാൾ 2 മതി. ഇനി അങ്ങനെ ഉസ്താദന്മാരോട് ചെയ്യിക്കാതെ കോടതിയിൽ തന്നെ പോയി അവിടുന്ന് കോടതി മുഖേന ബാപ്പ ഇജാബിന്റെ വാക്കും പുതിയാപ്പള കബൂലിന്റെ വാക്കും പറയും, 2 സാക്ഷികളും ഉണ്ടായ സംഗതി ശരിയാവും. നമ്മളെന്താക്കുക, നമ്മുടെ ആചാരം ഇതനുസരിച്ച് നടപടി അനുസരിച്ച് നിക്കാഹ് ആദ്യം ചെയ്യുകയും പിന്നെ നിയമ നടപടി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പുറം ചെയ്യുകയും ചെയ്യുന്നതാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സോറി ഉസ്താദ്, ഞാൻ അതിന്റെ ഇടയിൽ റെക്കോർഡിങ്ങിലിട്ട് മറന്നുപോയി ഞാൻ മാറ്റാൻ. ഉസ്താദ് ഒരു ചോദ്യം ഉണ്ട്. അതിന്റെ മുമ്പ് 2 ദുആവസിയത്ത് പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കാനുള്ളൂ. നമ്മുടെ ക്ലാസ് റൂമിലുമായിട്ട് ബന്ധപ്പെട്ട ഒരാള് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞേൽപ്പിച്ചാണ്. അവരുടെ ഒരു കുറെ കാലങ്ങൾക്ക് ഇടവിട്ടുകൊണ്ടാണ് 2 കുട്ടികൾ ഉണ്ടായത്. 2 പെൺകുട്ടികളാണ്. ഇപ്പോ ഒരു ആൺകുട്ടി ഉണ്ടായി 9 മാസമായി. 8 മാസം കഴിഞ്ഞ് 9 മാസമായി. ലിവറിന്റെ അടുത്തൊരു മുഴ ഉണ്ടായിട്ട് അത് പുറത്തോട്ട് വലുതായി വന്ന് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കോഴിക്കോട് കാണിച്ചപ്പോ തിരുവനന്തപുരത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അവിടെ പോയി കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അത് ഓപ്പറേഷൻ ചെയ്ത് കളയണമെങ്കിൽ ആദ്യം ഒരു ദ്വാരട്ടിട്ട് മരുന്ന് വെച്ചിട്ട് അത് ചെറുതാക്കി കൊണ്ടുപോകണം, എന്നിട്ടേ ഓപ്പറേഷൻ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. ആ കുട്ടിക്കും വേണ്ടിയിട്ട് ദുആയിൽ ഉൾപ്പെടുത്തണം, എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് റൂമിലും ദുആയിൽ ഉൾപ്പെടുത്തണം. അതുപോലെ ഒരു ചോദ്യമുള്ളത്, മക്കയിലുള്ള ഒരു സുഹൃത്ത് റേഡിയോ ശ്രോതാവാണ് ചോദ്യം ചോദിച്ചത്. 6666 നാരിയത്തു സ്വലാത്ത് മദീനയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ വന്നുകൊണ്ട് ചൊല്ലാൻ വേണ്ടി നേർച്ചയാക്കി. ആ നേർച്ചയാക്കിയ സ്വലാത്ത് ഇപ്പോ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ചൊല്ലി പോകാനുള്ള സമയത്തിന് ലീവ് ഒന്നും കൊടുക്കുന്നില്ല അവിടുന്ന്. അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ഉസ്താദ് ഒന്ന് പറഞ്ഞു തന്നാൽ. ഇനിയിപ്പോ ആരെങ്കിലും വക്കാലത്ത് ഏൽപ്പിച്ചാൽ മതിയാവുമോ, അല്ലെങ്കിൽ അവിടെ നിന്ന് സാഹചര്യ പ്രകാരം അവിടെ നിന്ന് ചൊല്ലിയാൽ മതിയോ എന്നുള്ളത് ഉസ്താദ് ഒന്ന് പറയണം. ഈ ചോദ്യകർത്താവിന്റെ ഭാര്യയ്ക്ക് ഗർഭാശയ സംബന്ധമായ ഒരു മുഴയുണ്ടായിട്ട് അതും ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. ഞാൻ ഇൻഷാ അല്ലാഹ് ഉസ്താദിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെയും അതുപോലെ തന്നെ ആ സഹോദരന്റെ ഭാര്യയുടെയും രോഗം അല്ലാഹു തആല ശിഫയാക്കുമാറാകട്ടെ. മല പോലെ വന്നത് അല്ലാഹു തആല മഞ്ഞ് പോലെ തട്ടിമാറ്റി കൊടുക്കുമാറാകട്ടെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ടും ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കറാമത്ത് കൊണ്ടും അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹഖ് ജാഹ് കൊണ്ട് അല്ലാഹു തആല എത്രയും പെട്ടെന്ന് പരിപൂർണമായ ശിഫയും ആഫിയത്തും എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, വലിയ ഗുരുതരമായ രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിച്ചാൽ അത് താങ്ങാനുള്ള ഈമാനും ഹിമ്മത്തും ഇല്ലാത്ത ഞങ്ങളെ നീ വിഷമത്തിലാക്കല്ല അല്ലാഹ്. പടച്ചവനെ, നീ പൂർണ്ണമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അതിന് എന്ത് മാർഗമാണോ ഞങ്ങൾ സ്വീകരിക്കേണ്ടത് എങ്കിൽ ആ വഴി ഞങ്ങൾക്ക് എളുപ്പമാക്കി തരികയും തുറന്നു തരികയും അതിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുകയും ചെയ്തുകൊണ്ട് നീ എളുപ്പം ശിഫയാക്കണേ റഹ്മാനെ. മദീനയിൽ ചെന്നുകൊണ്ട് ഒരു പുണ്യകർമ്മം ചെയ്യാൻ നേർച്ചയാക്കിയാല് നിസ്കാരാണെങ്കിൽ പിന്നെ അവിടെ തന്നെ പോകണം, അല്ലെങ്കിൽ മസ്ജിദ് നബവി പോകണം എന്നാ. സ്വലാത്ത് ഹദറത്തിൽ വെച്ച് ചൊല്ലിയാൽ അത് പ്രത്യേകം ഫളീലത്തുള്ളതാണ്. അങ്ങനെ നേർച്ചയാക്കിയാൽ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം എന്നതാണ് അതിന്റെ കണക്ക്. മനസ്സിലായില്ലേ? ഇനി ഒരു നിലക്കും സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ വേറെ ആളെ വക്കാലത്തേൽപ്പിക്കല്ല വേണ്ടത്, അയാൾ ചെയ്യാം. ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് തന്നെ ചൊല്ലുകയാണ് വേണ്ടത്. കാരണം എന്താന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് മദീന ആവുമ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേകത വേറെ ഉണ്ടല്ലോ. അത് ഹബീബിന്റെ ഹദറത്തിൽ ചെന്ന് ചൊല്ലാൻ എന്ന് പറഞ്ഞാൽ അവിടെ മസ്ജിദ് നബവിയിൽ എവിടെയെങ്കിലും ഇരുന്ന് ചെല്ലിയാലും മതി. അതിന് സാധിക്കുമെങ്കിൽ, ഏതെങ്കിലും ഒരു നിലക്ക് സാധിക്കുമെങ്കിൽ, ചില ആളുകൾ ഉംറക്ക് പോയി പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ ഉസ്താദ് എങ്ങോട്ട് പോകുന്നതെന്ന് അറിയണ ആ പോരല്ല. അങ്ങനെയല്ല, ഒരു നിലക്കും സാധ്യമല്ല. കാരണം നമ്മളെ തൊഴിൽ കരാറിലാണുള്ളത്, കഫീലിന്റെ അനുമതി ഇല്ലാതെ നമുക്ക് പോകാൻ കഴിയില്ല. അയാളാണെങ്കിൽ ഒരു നിരക്കും അനുവാദം തരുന്ന കോലവും കാണില്ല. എന്നും നാളെ അല്ലെങ്കിലും കുറച്ചാണ് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അയാളെ സോപ്പിട്ടാലും ഒരു നിലക്കും സമ്മതിക്കാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം ആണെങ്കിൽ പിന്നെ
എന്താക്കുക, അയാൾ ചൊല്ലിയിട്ട് ഉള്ള സ്ഥലത്ത് നിന്ന് ചൊല്ലി മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹാദറാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വെച്ച് ചൊല്ലുന്നത് പോലെ, നബി തങ്ങൾ ഹാദറാകുന്നില്ലെങ്കിൽ നബി തങ്ങളുടെ ആ റൗദ ഷരീഫ് അവിടെ നിന്നിട്ട് നമ്മൾ ആ മുവാജഹത്ത് ഷരീഫിൽ നിന്ന് ചൊല്ലുന്ന ആ ഹാല് മനസ്സിൽ ഹാദറാക്കിക്കൊണ്ട് ചൊല്ലി പോരായി നമ്മളെ അസാധ്യമായത് കൊണ്ട് പോരാത്തതിന് അവിടെ ചെന്ന് ചെല്ലാൻ പറ്റാത്തതിന് അള്ളാഹിനോട് പൊറുക്കലിനെ തേടിയാൽ നമ്മൾ ചൊല്ലിയ സ്വലാത്ത് കൊണ്ട് അള്ളാഹു തആല കബൂലാക്കും. വെറുതെ ഇങ്ങനെ അള്ളാഹു സ്വലാത്ത് അങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല കേട്ടോ. ഹാദറായിക്കൊണ്ട് ഹദറത്തുനിന്നാവുമ്പം ഒരുപക്ഷെ ബാഹ്യമായി തന്നെ ഹദറത്തിൽ ചെല്ലണം. അതിന് ഒരു നിലക്കും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ കൽബിലെങ്കിലും ഹാദറാക്കി ഹദറത്തിൽ വെച്ച് ചെല്ലുന്നത് പോലെ ചെല്ലുക. എന്നിട്ട് പോകാൻ കഴിയാത്തതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പൊറുക്കലിനെ തേടുക. ഉസ്താദ്, അത് ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ആ കൂട്ടത്തിൽ തന്നെ അറിയാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ചൊല്ലി തീർത്താൽ പിന്നീട് അത് പോകാൻ കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ പോകാനൊരു സാഹചര്യം അവിടെ എത്താനും കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ അത് ഖളാ കിട്ടേണ്ട ആവശ്യമുണ്ടോന്നും കൂടെ ഉസ്താദ് ആ കൂട്ടത്തിൽ അറിയിച്ചാൽ അത് അവസരചിതമാകുമെന്ന് കരുതുന്നു. നേർച്ചയാക്കിയ ഫർദല്ലേ, അവിടെ എത്തിപ്പെട്ട് അവിടെ ചെന്ന് ചെല്ലാൻ നേർച്ചയാക്കിയപ്പം പിന്നെ അവിടെ നിന്ന് ചെല്ലാൻ പറ്റിയല്ല, അതെന്തായാലും ചെല്ലണം. ഖളാ വീട്ടുക എന്നൊന്നും പറയണ്ട, രണ്ടാമത് അത് ആവർത്തിച്ച് ചൊല്ലുക. അങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു സംശയമുണ്ട്. ഞാനൊരു പ്രഭാഷണത്തിൽ കേട്ടതാണ്, ഇപ്പൊ നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാല് സ്വലാത്ത് ചൊല്ലുന്ന ഒരു പതിവുണ്ട്. ഞാൻ ചൊല്ലാറുണ്ട്. അതുപോലെ അപ്പൊ ഒരു വ്യക്തി ഇങ്ങനെ പറയുന്നത് കേട്ട് നിസ്കാരത്തിന്റെ ശേഷം അത് അങ്ങനെ ഒരു ചെല്ലൽ നല്ല ജായിസാണ്, അല്ലെങ്കിൽ അതിന് പ്രത്യേക കൂലി ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ സലാത്ത് ചൊല്ലിയാൽ അത് ബിദ്അത്താവുമെന്ന് ഒരു പണ്ഡിതൻ പറയുന്നതായി ഞാൻ കേൾക്കാൻ സാധിച്ചു. അതിനെ പറ്റി ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാമെന്ന്. അസ്സലാമു അലൈക്കും. ഏത് സമയത്തും സ്വലാത്ത് ചെല്ലാം. അല്ലാഹു തആല സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് ആണല്ലോ പറഞ്ഞത്. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചെല്ലുവീൻ, ഒരു ചെല്ലൽ ചെല്ലുവീൻ. ആ സല്ലു തസ്ലീമാണ് ഒരു ചെല്ലൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ എത്ര കയ്യോ അത്രയും കയ്യ. ഏത് സമയത്ത് ചെയ്യാൻ പറ്റുമോ ആ സമയത്തൊക്കെ ചെയ്യാം. വിരോധിക്കപ്പെട്ട സമയമല്ലാത്ത ഏത് സമയത്തും ചെല്ലാം. അതിനൊക്കെ പ്രതിഫലവും കിട്ടും. അതൊക്കെ പുണ്യപ്പെട്ടതാണ്. ഖുർആൻ കൽപ്പിച്ചതാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചതാണ്. മൻ സ്വല്ല അലൈഹി സ്വലാത്തുൻ വാഹിദത്തുൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചതാണ്. പക്ഷേ നിസ്കാരത്തിന്റെ ശേഷം 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ, 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സുന്നത്തുള്ളത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പ്രത്യേകമായി ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ട സുന്നത്താണ് എന്ന നിയ്യത്തോടു കൂടി ചൊല്ലുന്നത് ബിദ്അത്താണ് എന്നാണ് ഇക്കും പറഞ്ഞത്. പണ്ഡിതന്മാര് പറയുമ്പോ അതിന്റെ പൗതി കേട്ട് പൗതി കേൾക്കാതാകരുത്. അങ്ങനെ ഒരു സുന്നത്തില്ല. അതേ സമയത്ത് സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്നും മൻ സ്വല്ല അലൈഹി വാഹിദത്തുൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും ചൊല്ലാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതും പ്രചോദനം നൽകപ്പെട്ടതും അള്ളാഹുവിന്റെ റസൂലും കൽപ്പിച്ചതുമാണ്. ആ നിലക്ക് എപ്പം ചെല്ലലും സുന്നത്താണ്. ആ നിലക്ക് മുത്തലക്കായ സുന്നത്തുകളിൽ പെട്ടതാണ്. അത് നിസ്കാരത്തിന് ശേഷവും ആവാം, നിസ്കാരത്തിന് മുമ്പും ആവാം, അല്ലാത്ത സമയങ്ങളിലും ആവാം. അതൊക്കെ കൂലി കിട്ടുന്നതും സുന്നത്തുമാണ്. എന്നാൽ പ്രത്യേകമായി നിസ്കാരത്തിന് ശേഷം ഇസ്തിഗ്ഫാർ ചെല്ലാനും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓരോ വട്ടവും മഗ്രിബിന്റെയും സുബഹിന്റെയും ശേഷം 3 വട്ടവും പിന്നെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 99 ഒരു വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹയും ചെല്ലാൻ പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. ആ നിലക്ക് നിസ്കാരത്തിന് ശേഷം പ്രത്യേകം ചെല്ലാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അത് ആ നിയ്യത്തോടു കൂടി ചെയ്യുമ്പോൾ അത് ശരിയല്ല. അങ്ങനെ ആയിരിക്കും പറഞ്ഞത്. ഓക്കെ. അസ്സലാമു അലൈക്കും. ഞാൻ
വസ്വാസിൽ തന്നെ ഉണ്ട്. ഈ വസ്വാസ് എല്ലാവരും കണക്കിലെടുക്കേണ്ട ഒരു വിഷയമാണ്. എനിക്ക് നന്നായി എൻ്റെ കൂടെ പഠിച്ച രണ്ടാള്, ഒരാൾ ഒളൂല് വസ്വാസാക്കുന്ന വ്യക്തിയാണ്, മറ്റൊരാൾ നിസ്കാരത്തിൽ പറഞ്ഞ പോലെ നീയത്തിൽ വസ്വാസിക്കുന്ന വ്യക്തിയാണ്. രണ്ടാളും മാനസിക രോഗികളായിട്ട് അള്ളാഹുവിന്റെ ഖദറിലൊക്കെ തർക്കിക്കാൻ കഴിഞ്ഞ രണ്ട് വിദ്യാർത്ഥികളായിരുന്നു. അവസാനം ശീലിച്ച് നന്നായി രണ്ടും ഒന്നും നിസ്കാരം ഒന്നും ഒളുവായിരുന്ന വിഷയത്തിൽ. അതിന്റെ ചോദ്യം ഏതായാലും നീയത്തിലാണല്ലോ. പിന്നെ ഇങ്ങനെ വസ്വാസിൽ നീയത്ത് ചെയ്യുന്ന ഇമാം നേരത്തെ ചോദിച്ചിട്ടുണ്ട്, ഉസ്താദ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടെ എല്ലാവർക്കും അറിയാൻ വേണ്ടിയാണ്. നീയത്ത് ചെയ്ത് കൈ കെട്ടി പിന്നെ അയാൾ പിന്നെയും കൈ അയച്ച് രണ്ടാമതും നീയത്ത് ചെയ്ത് കൈ കെട്ടുന്നു. കാണുന്ന മൗമൂമിങ്ങൾ എന്ത്, കണ്ടവരുണ്ട് കാണാത്തവരുമുണ്ട്, കണ്ടവർ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാൻ വേണ്ടി ചോദിച്ചാണ്. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അതിനെപ്പറ്റി നാളെ വരുന്നുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത് ഇൻഷാ അല്ലാഹ് നാളെ വരും, അവിടെ വീണ്ടും പറയാം. ഓക്കെ, അടുത്ത ആളുത്തോളി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഒരാള് ചോദിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുന്ന സമയത്ത് റുക്കൂയിലുള്ള തസ്ബീഹ് വല്ലാതെ നീട്ടാൻ കഴിയാതെ ഊരവേദന കാരണം അത് ഇഅ്തിദാലിൽ പരിഗണിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഉസ്താദ് ഒന്ന് മറുപടി പറഞ്ഞാൽ തരക്കില്ല. വേറെ ആളെ ചോദിച്ചതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. റുക്കൂഇൽ തസ്ബീഹ് നിസ്കാരത്തിന്റെ 10 വട്ടം തസ്ബീഹ് ചൊല്ലാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ ഇഅ്തിദാലിൽ അത് പരിഹരിക്കാൻ പറ്റൂല. കാരണം ഇഅ്തിദാല് അധികം നീട്ടാൻ പാടില്ലാത്ത ഫർളുകളിൽ പെട്ടതായതുകൊണ്ട് അത് പിന്നെ അടുത്ത സുജൂദിൽ വീട്ടാവുന്നതാണ്. അതിന് മറന്നാലും അങ്ങനെ തന്നെ വേണ്ടത്. റുക്കൂഅത്ത് മറന്നുപോയി, അല്ലെങ്കിൽ മറ്റു ഉദ്ർ കൊണ്ടിട്ട് ഒഴിവായിപ്പോയി, ഇഅ്തിദാലിൽ ഓർമ്മ വന്നാലും ഇഅ്തിദാലിൽ അത് ചെയ്യാൻ പാടില്ല. ഇഅ്തിദാലിൽ അവിടെ ചെല്ലേണ്ട 10 ചെല്ലാൻ പാടുള്ളൂ. പിന്നെ നീണ്ട ഫർളാവുന്ന സുജൂദിൽ ചെല്ലേണ്ടതാണ്. അപ്പം റുക്കൂയിൽ പറ്റാതെ വരികയോ മറക്കുകയോ ഒക്കെ ചെയ്താൽ ആ റുക്കൂയിൽ ചെല്ലേണ്ട ദിക്ർ കൂടി സുജൂദത്ത് 10 ചെല്ലും വേണം. ഈ മറന്നതോ അല്ലെങ്കിൽ പറ്റാതെ വന്നതോ ആയ ഈ ദിക്ർ തസ്ബീഹ് കൂടി സുജൂദിലാണ് ചെയ്യേണ്ടത്. ഇടയിൽ ഇരുത്തത്തിലും അതുപോലെ തന്നെ ഇഅ്തിദാലിലും മറ്റുള്ള സ്ഥലത്ത് ഒഴിവായി പോയ തസ്ബീഹ് ചൊല്ലാൻ പാടില്ല. അത് രണ്ടും നീട്ടാൻ പാടില്ലാത്ത ഫർളായതുകൊണ്ട്. അപ്പൊ സുജൂദിലോ ഖിയാമിലോ പോലെയുള്ള ദീർഘമായ ഫർളുകളിലാണ് മറ്റൊരു സ്ഥലത്ത് നഷ്ടപ്പെട്ടത് പരിഹരിക്കേണ്ടത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ചെറിയ സംശയം വെച്ചാല്, ഞാനൊരു കടയിൽ ജോലി ചെയ്യുമ്പോൾ സാധാരണ ഇപ്പൊ നിസ്കരിക്കുന്ന സമയത്താണ് എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരില്ല. അങ്ങനെ നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന സമയത്ത് ഇപ്പൊ കടയിലൊരു മെഷീൻ ഓഫാക്കിയിട്ടില്ല, ഓഫാക്കാൻ പോകുന്ന നിസ്കരിക്കുമ്പോൾ ഇത് ചിലപ്പോൾ ഓർമ്മ വന്നാണ്ട് ഒരു പിന്നെ അത് പോയി ഓഫാക്കണ്ട, നിസ്കരിക്കുമ്പോഴാണ് അങ്ങനത്തെ ഓർമ്മ വരാറ്. അങ്ങനെ വന്നപ്പോ അത് മുറിച്ചു പോയിട്ടുണ്ട്. അത് അതിന്റെ ഒരു വിധി എന്താവും സംഭവത്തില്? അത് ഇന്നലെ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഓടാന്നൊക്കെ പറഞ്ഞ ഇന്നലത്തെ ഇതിന്റെ സംശയമാണ്. അത് പറ്റുമല്ലേ? അങ്ങനെ അവരായിട്ട് പോയിട്ടുമുണ്ട്. അത് ശരിയാവും, അതിന്റെ വിധി എന്താണെന്ന് അറിയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ അത് അത്യാവശ്യം അഥവാ വലിയ നഷ്ടം വരും, അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ അപകടങ്ങളും അല്ലെങ്കിൽ അബദ്ധങ്ങളും സംഭവിച്ചു പോവും എന്നൊക്കെ കണ്ടാൽ സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ അത് മുറിച്ച് പോകാവുന്നതാണ്. ഫർള് നിസ്കാരത്തിലാണെങ്കിൽ മുറിക്കാൻ പാടില്ല. ഫർള് നിസ്കാരം മുറിക്കൽ ഹറാമാ. അതേ സമയത്ത് സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ ഓർമ്മ വന്നതെങ്കിൽ പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ പൂർത്തിയാക്കുക, അല്ലെങ്കിൽ മുറിച്ചു പോയിട്ട് അത് ഓഫാക്കുകയോ മറ്റോ ചെയ്ത്, കാരണം വലിയൊരു നഷ്ടം അല്ലെങ്കിൽ ഒരു അപകടം അല്ലെങ്കിൽ ഒരു അബദ്ധം ഒക്കെ വരാൻ കാരണമാകുന്നത് കൊണ്ട് സുന്നത്ത് നിസ്കാരം മുറിച്ചു കൊണ്ടുപോയിട്ട് അത് ചെയ്യാവുന്നതാണ്. ഫർള് നിസ്കാരത്തിൽ
പാടില്ല, ഫർദസ്കാരം മുറിക്കാൻ പാടില്ല. ഫർദസ്കാരം മുറിക്കണമെങ്കിൽ വല്ല തീപിടുത്തം പോലത്തെ വലിയ അപകടവും വന്ന് അതിന് പോവുകയല്ലാതെ നിവൃത്തിയില്ല എന്ന് കാണുന്ന ഘട്ടത്തിലേ പാടുള്ളൂ. സുന്നത്തിലാണെങ്കിൽ ഓക്കെ. ഉസ്താദ് ഇപ്പൊ നിയ്യത്ത് വെക്കുമ്പോ നിയ്യത്ത് ഹാജരാക്കണം എന്ന് പറഞ്ഞു കൽബില്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ കിറാത്തിന്റെയും അതുക്കാരുടെ ഒക്കെ അർത്ഥം മനസ്സിൽ ഉൾക്കൊള്ളലും സുന്നത്താണല്ലോ. അപ്പൊ അങ്ങനെ രണ്ടും കൂടെ നടക്കാത്തത് കൊണ്ട് ഇവിടെ ഈ സുന്നത്ത് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയാണ്. അതായത് നിയ്യത്ത് വെക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുമ്പോൾ നിയ്യത്ത് കൽബിൽ ഹാജരാക്കും വേണം. അതോടൊപ്പം അല്ലാഹു അക്ബർ എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുകയും വേണം. അത് രണ്ടും കൂടെ ആവശ്യമുണ്ടോ, അത് അവിടെ ആ സുന്നത്തില്ലേ എന്നറിയാൻ വേണ്ടിയായിരുന്നു മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. ചിന്തിക്കുക എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്ന ഹബീബെ. ചിന്തിക്കുക എന്നുള്ള വിഷയം വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. മനസ്സിൽ ഹാജറാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. മനസ്സിൽ ഹാജറാക്കുക എന്ന് പറഞ്ഞാൽ ആ ആശയം മനസ്സിൽ വെളിവാകലാണ്. ഈ ചിന്തിച്ചിങ്ങനെ ആലോചിച്ച് കുത്തിരിക്കുമ്പോഴേ അവിടെ ഈ കെലിമത്തിന്റെ തെർത്തീബൊക്കെ വരും. അള്ളാഹു എന്ന് പറയുന്ന നമ്മളെ റബ്ബ് എല്ലാത്തിനേക്കാളും മഹാനാണ് എന്ന് പറഞ്ഞ അർശിനെക്കാളും അള്ളാഹുവിന്റെ മലക്കളെക്കാട്ടിലും അംബിയ മുർസലീങ്ങളെക്കാട്ടിലും അങ്ങനെ ഒക്കെ അങ്ങനെ ആലോചിച്ച് കൊടുന്നാൽ പിന്നെ ഒന്നും നടക്കൂല. അതല്ല, അള്ളാഹു അക്ബറാണ് എന്ന് പറയുന്നതിന്റെ ഒരു ഒറ്റ മാനുണ്ട്. ആ അള്ളാഹുവിന്റെ ആ മഹത്വവും ഗാംഭീര്യവും ഒക്കെ ഉൾക്കൊള്ളുന്നു. ആ ഒരൊറ്റ മാന കൽബിൽ ഹാദിറാക്കാണ് വേണ്ടത്. അതിനെപ്പറ്റി ചിന്തിക്കല്ല. അത് നീയത്തിന് കൂടുതൽ തന്നെ ഒന്നൂടെ ആ മഹാനായ അള്ളാഹു ഫർദാക്കിയ ദുഹർ എന്ന ഫർദസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതും. നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, അള്ളാഹു അക്ബർ നിങ്ങൾ ചെല്ലുമ്പോ ഫാത്തിഹ അങ്ങനെ ഓതുണ്ടാവും. ഫാത്തിഹ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കണതിന്റെ ഇടയിൽ പടച്ചോനെ ഞാന് ഉണ്ടി അയച്ച അല്ലെങ്കിൽ കൊയലയച്ച പൈസ കിട്ടേണ്ട സമയം കഴിഞ്ഞല്ലോ, കിട്ടിയിട്ടെന്തേ പോലും വിളിക്കാഞ്ഞത്. ഞാനാണ് വിളിക്കാൻ നോക്കുമ്പോ എന്റെ മൊബൈലത്തെ കാർഡ് കഴിഞ്ഞിടല്ലോ, അത് കയറ്റാണെങ്കിൽ ഇപ്പൊ ഇനിയിപ്പോ പീടിയ തുറക്കൽ എപ്പോഴേക്കും. ഇതൊക്കെ നമ്മളെ മനസ്സിൽ വരുന്നുണ്ട്. അതിന്റെ ഇടക്ക് അള്ളാഹീൻ അറിഞ്ഞിട്ടുണ്ടോ? അപ്പൊ നമ്മൾ വേണമെന്ന് വെച്ചാലും വേണ്ടെന്ന് വെച്ചാലും മനസ്സിൽ ഇങ്ങനെ നടക്കുമ്പോ തന്നെ നാവിൽ ഇങ്ങനെ വേറി നടക്കും. എന്നതുപോലെ അള്ളാഹു അക്ബർ എന്ന് നാവ് കൊണ്ട് പറയുമ്പം ആ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുകയാണ് എന്ന് ചിന്തിക്കുന്നതോടുകൂടി തന്നെ ആ അള്ളാഹു അങ്ങേയറ്റത്തെ മഹാനാണെന്നുള്ള കാര്യം മനസ്സിൽ ഹാജറാക്കണതിന് എന്താ? മനസ്സിൽ ഹാജറാക്കുക വേണ്ടത്, അല്ലാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തിരിക്കല്ല. ഓക്കെ. അസ്സലാമലൈക്കും. ഉസ്താദേ, നേരത്തെ ചോദ്യത്തിന്റെ കൂടെ തന്നെ ചോദിക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ അവസരം ഉണ്ടായിരുന്നതാണ്. പിന്നെ സക്കാത്തിനെ സംബന്ധിച്ചാണ് ഉസ്താദേ, നമ്മളെ സ്ഥാപനത്തില് 10 വർഷത്തോളം സക്കാത്ത് കൊടുത്തിട്ടില്ല. അപ്പോ ഇപ്പോഴാണ് അതിന്റെ പ്രതിഫലം കാണുന്നത്. അതിനിപ്പോ 4-5 വർഷം കൊടുക്കുന്നത് തുടങ്ങിയില്ലേ. അപ്പൊ ആ കഴിഞ്ഞ 10 വർഷത്തെ സക്കാത്ത് കൊടുക്കാൻ ഇപ്പൊ ഉള്ള വരുമാനം അതിനേക്കാട്ടിലും കൂടുതലാണ് ഇപ്പം വരുമാനം. അപ്പൊ ഇപ്പോഴത്തെ വരുമാനത്തിനനുസരിച്ച് സക്കാത്ത് കൊടുത്താൽ മതിയാവുമോ ഇല്ല എന്നുള്ളതാണ് ചോദ്യം. വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. സമയം ഇപ്പൊ വാങ്ങി കൊടുക്കാനായി, പങ്കിപ്പോ കൊടുക്കും. ദ്വാരക്കാനോട് സമയമില്ല, അതാണ് പ്രശ്നം. ഓരോ കൊല്ലത്തെയും കണക്ക് കൃത്യമായി അറിയണം. എന്നിട്ട് ആ സംഖ്യയുടെ 2.5% കൊടുക്കേണ്ടത്. അതറിയില്ലെങ്കിൽ ഇത്രയും സംഖ്യയിൽ കുറവ് വരില്ല എന്ന് ബോധ്യമുള്ള ഒരു സംഖ്യയുടെ കണക്കാക്കിയിട്ട് അതിന്റെ 2.5%, അല്ലാതെ ഇപ്പൊ ഉള്ളതിന്റെ കണക്കിനല്ല പണ്ടുള്ള കൊടുക്കേണ്ടത്. ഓരോ കൊല്ലവും ആ ഒന്നാമത്തെ കൊല്ലത്തിൽ ടോട്ടൽ കൊല്ലം തികയുന്ന ദിവസം ഉണ്ടായിരുന്ന ടോട്ടൽ സംഖ്യന്റെ 2.5%, പിറ്റത്തെ കൊല്ലം ആ കൊല്ലത്തിൽ ഉണ്ടായിരുന്ന വസ്തുവിന്റെ ലാസ്റ്റ് ഡേറ്റിലെ ടോട്ടൽ സംഖ്യന്റെ 2.5% എന്നത്തവും കൂട്ടണ്ട. ഈ കൊല്ലം തികയുന്ന ആ ലാസ്റ്റ് ഡേറ്റിൽ സ്റ്റോക്കുള്ള ചരക്കിന്റെ അന്ന് മാർക്കറ്റിൽ നിന്ന് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന വില ടോട്ടൽ ചെയ്ത് എത്ര സംഖ്യക്ക് ഉണ്ടാവും വെച്ചാൽ അതിന്റെ 2.5% കൊടുക്കേണ്ടത്.
അങ്ങനെ കൊടുക്കുക. അപ്പൊ കൃത്യമായിട്ട് ഇപ്പൊ സംഖ്യ ഓർമ്മയില്ലെങ്കിൽ ഇത്രയും സംഖ്യയിൽ കുറവ് വരില്ല എന്ന് ഉറപ്പുള്ള ഒരു സംഖ്യ കണക്കാക്കിയിട്ട് അതിന്റെ 2.5% കൊടുക്കണം. സമയം വളരെ അങ്ങെത്തിപ്പോയി. അതുകൊണ്ട് ബാക്കിയുള്ളവരോട് ക്ഷമ ചോദിക്കുന്നു. ബാങ്ക് കൊടുക്കുകയാണ്, അതുകൊണ്ട് ക്ഷമിക്കണം. ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ വീണ്ടും കാണാം. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. എല്ലാ രോഗികളുടെയും രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും